നമസ്കാരം. രാഷ്ട്രീയ കോളിളക്കങ്ങളും നാടകങ്ങളും ഒന്നും തെക്കൻ ഡെക്കാണിലെ കറുത്ത മണ്ണിനെ കുറച്ചൊന്നുമല്ല കിളച്ചു മറിച്ചിട്ടുള്ളത്. അതെ, കർണാടക തന്നെയാണ് വീണ്ടും വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് BJPക്ക് കുറച്ചെങ്കിലും വേരോട്ടമുള്ള മണ്ണ് കർണാടകത്തിലേത് തന്നെയാണ്. അവിടെയാണ് അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടമാകുന്നത്. അവിടെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുന്നു, അതും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ. BJPയുടെ നിലനിൽപ്പ് പോലും ഇനി എന്തായിരിക്കും? ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും തെരഞ്ഞെടുക്കാൻ പറ്റാത്ത വിധം പാർട്ടിയിൽ വലിയ പ്രതിസന്ധി രൂപപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് കോൺഗ്രസ് പാളയങ്ങൾ വലിയ അട്ടഹാസം മുഴക്കി ഇനി കർണാടകത്തിൽ BJPക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല, BJP തകർന്നടിഞ്ഞിരിക്കുന്നു. കാരണം BJPയിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ തങ്ങൾക്കൊപ്പമാണ് എന്ന തരത്തിലുള്ള വീരവാദമൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും അവർ തുടരുന്നുമുണ്ട്. എന്തായാലും അധികാരത്തിലേറിയ കോൺഗ്രസിന്റെ ഭാവിയും അത്ര ശോഭനമൊന്നുമല്ല. അവിടെ അധികാര തർക്കം എന്നുള്ളത് കോൺഗ്രസിന്റെ കൂടപ്പിറപ്പാണ്. നിലവിൽ DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ തന്നെ ആഭ്യന്തരമായ കലഹങ്ങൾ നിരന്തരം നടക്കുന്നുമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചത് BJP വിട്ടുപോയ കോൺഗ്രസിലേക്ക് ചേക്കേറിയ നേതാക്കൾ ഓരോരുത്തരായി തിരികെ മടങ്ങുന്നു എന്നതിനെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മുതിർന്ന നേതാവ് ജഗദീഷ് ഷെട്ടാർ BJPയിലേക്ക് തിരികെ മടങ്ങി വന്നത്. ദില്ലിയിലെ പാർട്ടി ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം വീണ്ടും തന്റെ തിരിച്ചുവരവ് നടത്തിയത്. എന്തായാലും ഇപ്പോൾ ജഗദീഷ് ഷെട്ടാറിന് തൊട്ടു പിന്നാലെ BJPയിൽ നിന്നും പടിയിറങ്ങിപ്പോയ ലക്ഷ്മൺ സാവ്ദിയും തിരികെ വരുന്നു എന്നതിനെ കുറിച്ചുള്ള ചില സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. മറ്റൊരു ഓപ്പറേഷൻ ലോട്ടസ് തന്നെയാണോ കർണാടകയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം ഒരു നേതാവ് പാർട്ടിയിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ ആ നേതാവ് മാത്രമാണ് വരുന്നത് എന്നല്ല വ്യാഖ്യാനിക്കേണ്ടത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അവരെ പിന്തുണയ്ക്കുന്ന നിരവധി രണ്ടാം നിരയിലുള്ള നേതാക്കളും പാർട്ടി അവർക്കൊപ്പം തിരികെ വരും എന്ന് ഉറപ്പാണ്. എന്തായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു BJPയുടെ മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ ലക്ഷ്മൺ സവാദി BJP വിട്ട് കോൺഗ്രസിലേക്ക് കൂടുമാറിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് മുതിർന്ന ലിംഗായത്ത് നേതാവ് കൂടിയായ സാവ്ദി ഇത്തരത്തിലുള്ള ഒരു അപ്രതീക്ഷിത ചുവടുമാറ്റം നടത്തിയത്. പിന്നാലെ കോൺഗ്രസ് ടിക്കറ്റിൽ അദ്ദേഹം അത്താനി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുകയും അവിടെ വിജയിച്ചു കയറുകയും ഒക്കെ ചെയ്തിരുന്നു. അതേസമയം ജഗദീഷ് ഷെട്ടാർ ആ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ലിംഗായത്തിന് വലിയ അടിത്തറയുള്ള, അല്ലെങ്കിൽ കർണാടകത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കാര്യമായി സ്വാധീനിക്കുന്ന ഈ ലിംഗായത്ത് വിഭാഗത്തിന്റെ നേതാവ് ഇതുവരെയും പരാജയം രുചിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് പാർട്ടിയിലേക്ക് ലക്ഷ്മൺ സാവ്ദി വന്നാലും ആ പാർട്ടിക്കാണ് മെച്ചം. ഏത് പാർട്ടിയിൽ നിന്നും പടി ഇറങ്ങിപ്പോയാലും ആ ക്ഷീണം ഉണ്ടാവുന്നതും പാർട്ടിക്ക് തന്നെയായിരിക്കും. എന്തായാലും ഷെട്ടാറിനൊപ്പം തന്നെ സവാദിയുമായും BJPയുടെയും RSSന്റെയും നേതൃത്വങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കർണാടകയിലെ പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുമുണ്ട്. മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഈശ്വരപ്പ അടക്കമുള്ള മുൻനിര നേതാക്കൾ തന്നെയാണ് മടങ്ങിപ്പോയ ഷെട്ടാറിനെയും സവാദിയെയും ഉൾപ്പെടെയുള്ളവരെ തിരികെ കൊണ്ടുവരാൻ ചുക്കാൻ പിടിക്കുന്നത് എന്നും ചില സൂചനകൾ വരുന്നുണ്ട്. സവാദിയും മടങ്ങിയാൽ അതിൽ യാതൊരു അത്ഭുതവുമില്ല എന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങളോട് കോൺഗ്രസ് പ്രതികരിക്കുന്നത്. അതായത് കോൺഗ്രസിന് തന്നെ ഉറപ്പുണ്ട്, സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് മാത്രം പാർട്ടിയിൽ നിന്നും വിട്ടിറങ്ങി തങ്ങളുടെ പാളയത്തിലേക്ക് ചേക്കേറിയവർ തിരികെ പോകുമെന്നുള്ള ഒരു ഏകദേശ ധാരണ അവിടുത്തെ കോൺഗ്രസിനുണ്ട്. പക്ഷേ ഈ വലിയ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ രൂപരേഖ സിദ്ധരാമയ്യ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ കർണാടകത്തിലെ PCC നേതൃത്വത്തിനോ ഇല്ല. എന്നാൽ ചില ആശങ്കകൾ കൂടി ഈ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിൽ തുടർന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസിലെ ചില MLA-മാരെ ലക്ഷ്മൺ സാവ്ദി മറുകണ്ഠം ചാടിച്ചേക്കാം എന്ന വലിയ ആശങ്ക തന്നെയാണിത്. അദ്ദേഹം ഇതിനോടകം തന്നെ ഒരു മന്ത്രിയുമായി ചില ചർച്ചകൾ നടത്തി എന്നതിനെ കുറിച്ചുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. 2019 കോൺഗ്രസ് JDS സർക്കാരിനെ നിലത്തിറക്കാൻ ഏറ്റവും വലിയ തന്ത്രം മെനങ്ങിയ നേതാക്കളിൽ ഒരാളാണ് ലക്ഷ്മൺ സാവ്ദി എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ താൻ മടങ്ങിപ്പോകുമെന്നുള്ള വാർത്ത നിഷേധിച്ചുകൊണ്ട് ലക്ഷ്മൺ സാവ്ദി രംഗത്തെത്തിയിട്ടുണ്ട്. BJP നേതൃത്വം തന്നെ ഇപ്പോഴും തിരികെ വിളിക്കുന്നുണ്ട്, ആ വാതിൽ ഒരിക്കലും എനിക്ക് മുന്നിൽ അടയുകയില്ല, പക്ഷെ ഞാൻ എന്തായാലും ഇപ്പോൾ തിരികെ മടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് ലക്ഷ്മൺ സാവ്ദി വ്യക്തമാക്കുന്നത്. പക്ഷെ ഒരിക്കലും അത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം കർണാടകമാണ്, കർണാടകത്തിൽ ഏത് നിമിഷവും ആരും പാർട്ടി
മാറിയേക്കാം. എല്ലാവർക്കും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ തന്നെയാണ് മുന്നിലുള്ളത്. നമുക്കറിയാം JDS പോലും എന്തുകൊണ്ടാണ് ഇപ്പോൾ NDAയ്ക്കൊപ്പം ചേർന്ന് പോകുന്നത് എന്നതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെയാണ് കുമാരസ്വാമിക്കും പാർട്ടിക്കും നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണമെങ്കിൽ BJPക്കൊപ്പം നിൽക്കണമെന്ന കൃത്യമായ ധാരണ കുമാരസ്വാമിക്കുണ്ട്. ഇത് തന്നെയാണ് BJP വിട്ട് ഇറങ്ങിപ്പോയ നേതാക്കൾക്കുമുള്ളത്. നമുക്കറിയാം ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയില്ല. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇത് കണ്ടിട്ടുമുണ്ട്. നിയമസഭയിൽ വലിയ വിജയം കോൺഗ്രസ് സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം ഒരിക്കലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു ട്രെൻഡ് ആയിരിക്കും ആവർത്തിക്കാൻ പോകുന്നത് എന്നല്ല. പ്രത്യേകിച്ചും അവർക്ക് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ അല്ലെങ്കിൽ ഫണ്ടിങ്ങിന്റെ ഉൾപ്പെടെ വലിയ അഭാവം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നുമുണ്ട്. നമുക്കറിയാം നിലവിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ കഴിഞ്ഞതോടുകൂടി മോദി തരംഗം രാജ്യത്ത് ആകമാനമുണ്ട്. അത് ദക്ഷിണേന്ത്യയിലേക്കും പടർന്നിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ BJP വിജയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഊഴം അത് BJPക്ക് തന്നെ ആയിരിക്കും. മൂന്നാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഏതൊരു സാധാരണക്കാരനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും മാറി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ പഴയ നേതാക്കളും തിരികെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും അധികാരം തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ പടിയിറങ്ങിപ്പോയ ഓരോരുത്തരും തിരികെ വരുന്നതും. എന്തായാലും വീണ്ടും കർണാടകം കാവി അണിയും എന്നതിന്റെ ശക്തമായ സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവിടെ കോൺഗ്രസിന്റെ നിലവിലുള്ള സർക്കാർ വീഴുമോ എന്ന ഒരു വലിയ ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ദക്ഷിണേന്ത്യ ലക്ഷ്യമാക്കി തന്നെയാണ് BJPയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഉത്തരേന്ത്യയിലേക്ക് ഇനി അവർക്ക് വോട്ടുറപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവിടെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച ശേഷം തന്നെയാണ് BJP അടുത്ത പ്രവർത്തനങ്ങളുമായി ദക്ഷിണേന്ത്യയിൽ വളരെ സജീവമായി രംഗത്തെത്തുന്നത്. നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ കേരളത്തിലേക്ക് നിരന്തര സന്ദർശനം നടത്തുന്നു, അല്ലെങ്കിൽ തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വലിയ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്നു. നമ്മുടെ കേരളത്തിൽ വരാനിരിക്കുന്ന BJPയുടെ പദയാത്രയിൽ പോലും യോഗി ആദിത്യനാഥ്, നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടാകും. ഇതൊരിക്കലും കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, മറിച്ച് ദക്ഷിണേന്ത്യയിൽ ആകമാനം ഒരു BJP തരംഗം സൃഷ്ടിച്ചെടുക്കുക എന്ന വ്യക്തമായ ഒരു ലക്ഷ്യം തന്നെയാണ് BJPക്ക് ഇതിന് പിന്നിലുള്ളത്. എന്തായാലും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ലഭിച്ച ഒരു തിരിച്ചടി, അതിനുള്ള മറുപടി BJP അധികം വൈകാതെ തന്നെ കൊടുക്കുമെന്ന് വേണം അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ.